മറ്റൊരു വാർത്തയിലേക്ക്. വ്യാജ വാർത്ത നൽകിയ ഓൺലൈൻ മാധ്യമത്തിനെതിരെ പരാതി നൽകി മന്ത്രി എം ലിജു. ജില്ലയുടെ ചുമതലക്കാരൻ മന്ത്രി ആലപ്പുഴയിലെത്തിയത് വെള്ളം കയറി 6ാം നാൾ എന്ന തലക്കെട്ടോടെയുള്ള വാർത്തയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. വാർത്ത ചെയ്തവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സിജോ വി ജോൺ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, എന്താണ് മന്ത്രിയുടെ ഈ പരാതി? ഈ കഴിഞ്ഞ പ്രളയ സമയത്ത്, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണ് ഈ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി എം ലിജു ആ വെള്ളപ്പൊക്കമുണ്ടായി 6ാമത്തെ നാളാണ് അവിടെ എത്തിയത് എന്ന് ഒരു ഓൺലൈൻ മാധ്യമം T21 എന്നാണ് ആ ഓൺലൈൻ മാധ്യമത്തിന്റെ പേര്. അവരങ്ങനെ വാർത്ത ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇവരുടെ കാർഡും അതോടൊപ്പം തന്നെ ഈ വാർത്ത ഒക്കെ ഉപയോഗിച്ച് മറ്റു പല ആളുകളും അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വ്യാജമായിട്ടുള്ള വാർത്ത തയ്യാറാക്കിയിട്ടുള്ള ഈ ഓൺലൈൻ മാധ്യമത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിമേൽ വൈകാതെ തന്നെ കേസെടുത്ത് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ വാർത്ത എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു. ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക, സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കുക എന്നിവയാണ് ഈ വാർത്തയുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇത്തരം വാർത്തകൾ ദുരന്ത നിവാരണ പ്രോട്ടോകോളിന്റെയും ക്രമസമാധാനത്തിന്റെയും നഗ്നമായ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത ചെയ്തവർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ വാർത്തയുടെ ലിങ്ക് വേഗത്തിൽ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ വളരെ വൈകാതെ തന്നെ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതൊരു വ്യാജ വാർത്തയാണ്. പ്രത്യേകിച്ച് അങ്ങനെ 6ാം നാളൊന്നുമല്ല മന്ത്രി അവിടെ എത്തിയിട്ടുള്ളത്. ജില്ലയിൽ എത്തുകയും അവിടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ ഏകോപനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു വാർത്ത വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയായിരുന്നു ഈ മാധ്യമം. ശരി, ഈ വാർത്ത നൽകിയ മാധ്യമത്തിനെതിരെ കേസെടുക്കണമെന്നാണ് മന്ത്രിയുടെ പരാതി. ഒപ്പം വാർത്തയുടെ ലിങ്ക് പിൻവലിക്കണമെന്നും ആവശ്യമുണ്ട്. സിജോ വി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.